പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ മാമോദീസ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ എന്നാണ് കുളിപ്പിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റിയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 40-ാം പെരുന്നാൾ അടുത്തു വരികയാണ്. 40-ാം പെരുന്നാൾ മുമ്പ് മുതൽ 50-ാം പെരുന്നാൾ വരെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. ഞാൻ ഒരു കാര്യസ്ഥനായിരിക്കും, അവന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നെപ്പോലെ ഒരു കാര്യസ്ഥൻ എന്ന് പറയും. ഇത് പരിശുദ്ധ റൂഹായാണെന്ന് നമുക്കറിയാം. കർത്താവിനെ പോലെ എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ ഒരുവൻ. കർത്താവിൻ്റെ ദൈവത്വം പരിശുദ്ധ റൂഹായ്ക്കുണ്ട്, പിതാവിൻ്റെ ദൈവത്വം പുത്രനുണ്ട്, പിതാവിൻ്റെ ദൈവത്വം പരിശുദ്ധ റൂഹായ്ക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്വം എന്ന സത്തയിൽ അവർ ഒന്നാണ്. പിതാവിനോട് ദൈവമാകുന്ന സത്തയിൽ ഒന്നായിരിക്കുന്ന പുത്രൻ, പുത്രനോട് ദൈവമായിരിക്കുന്ന സത്തയിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹ, പിതാവിനോടൊന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹ. അപ്പോൾ ഞാൻ എന്നെപ്പോലെ ഒരു കാര്യസ്ഥനായിരിക്കുന്നു. അപ്പോൾ ആ 10 ദിവസം പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. എന്ത് പ്രാർത്ഥനയാണ് അവരവിടെ കഴിച്ചത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. അത് മാത്രമേ അവർക്കറിയാവൂ. അല്ലാതെ അവരവിടെ വേറൊരു മനപ്രാർത്ഥനയും ചൊല്ലിയില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പല പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ റൂഹയെ ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായതുകൊണ്ടും 40-ാം പെരുന്നാൾ മുതൽ 50-ാം പെരുന്നാൾ വരെ ഭക്ഷണ നോയമ്പില്ലെങ്കിലും ശാരീരിക നോയമ്പുണ്ട്. അതുകൊണ്ടാണ് ആ 10 ദിവസം വിവാഹ ശുശ്രൂഷ നടത്തുവാൻ പാടില്ല എന്ന് പിതാക്കന്മാർ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ 10 ദിവസത്തേക്ക് ദമ്പതികളെല്ലാവരും വ്രതം നോറ്റ് ശാരീരിക നോമ്പ് ആചരിക്കണം. പക്ഷേ ഉപവസിക്കുവാനോ കുമ്പിടുവാനോ പാടില്ല. കർത്താവിൻ്റെ ഉയർപ്പുകൾ ഉണ്ടാകുന്ന സന്തോഷത്തിൽ എല്ലാവരും ആനന്ദിക്കുകയാണ്. ആ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങളായതുകൊണ്ട് കുമ്പിടിയിലില്ല, ഉപവാസവുമില്ല. ആ ഉയർപ്പിൻ്റെ ജീവൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോയാലേ അവൻ വരികയുള്ളൂ, അവൻ വരുമ്പോൾ നിങ്ങളെ അവൻ സത്യത്തിൽ വഴി നടത്തും, ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ കുമ്പിടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഉപവസിക്കരുത്. കുർബാനയുള്ള ദിവസങ്ങളിൽ കുർബാനയിൽ സംബന്ധിക്കാം, സാധാരണ ഉപവാസം. 10 ദിവസത്തേക്ക് ശാരീരിക നോമ്പ് ആചരിക്കുകയും വേണം. ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് അച്ഛൻ പറഞ്ഞത്, വിശുദ്ധ മാമോദിസ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കൊച്ചിനെ കുളിപ്പിച്ചോളാം, 3 ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാവുന്ന നിയമമില്ല. അത് ശരിയല്ല, തെറ്റാണെന്നാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പാരമ്പര്യവും 3 ദിവസം കഴിഞ്ഞേ കുട്ടിയെ കുളിപ്പിക്കാവൂ. എന്തുകൊണ്ടാണെന്ന് പരിശുദ്ധ മോറോൻ
ആ കുട്ടിയിൽ പൂശിയിരിക്കുകയാണ്. ആ മോറോൻ 3 ദിവസം ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരം മുഴുവൻ മോറോൻ കൊണ്ട് പൊതിയാണ്. പരിശുദ്ധ റൂഹായുടെ പ്രതീകമാണ് മോറോൻ. പക്ഷെ മോറോൻ പൂശിക്കഴിഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം. 3 ദിവസത്തേക്ക് മോറോൻ അദ്ദേഹത്തിരുന്നാൽ എന്താ കുഴപ്പം? അത് കഴിഞ്ഞേ കുളിപ്പിക്കാവൂ. കുളിപ്പിക്കുമ്പോൾ ആ വെള്ളം ചവിട്ടാനിടയാകാതെ ആറ്റിലൊഴുക്കി കളയുക, അതിൽ കുഴി കുഴിയിൽ ഒഴിച്ച് കളയുകയോ ചെയ്യണം. ചവിട്ടാനിട വരരുത്. അതുപോലെ തന്നെ മോറോനായ തുണികൾ 3 ദിവസം ആ കുട്ടിയുടെ ദേഹത്ത് ആ മോറോൻ ഇരിക്കുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്. ഒരു കാരണവശാലും പൈശാചിക ഉപദ്രവം അവനിൽ ഉണ്ടാകുകയില്ല. പിശാചിന് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും സാധ്യമല്ല. അവൻ പേടിച്ച് വിറച്ച് ഓടും. പൈശാചിക ശക്തികൾക്ക് ദൈവത്തെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് അനുവാദം കൂടാതെ ചെല്ലാനും പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്ക് പിശാചിൻ്റെ ശല്യം ഒഴിഞ്ഞ് കിട്ടും. 3 ദിവസത്തേക്ക് കുളിപ്പിക്കരുത്, ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മളെ സഭ പഠിപ്പിക്കുന്ന പോലെ ചെയ്യുന്നു. അങ്ങനെയാണ്. ആ സഭയിലെ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ മോറോൻ അക്രൈസ്തവരെടുത്താൽ അവരുടെ ദേഹത്ത് വരും കുളിപ്പിക്കുന്നതിന് മുമ്പേ. അവർക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിലോ എന്നുള്ള പ്രശ്നമല്ല. നമ്മുടെ പരിശുദ്ധ മോറോൻ അത് വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ്. അത് അക്രൈസ്തവൻ്റെ മേഘത്ത് തൊടാനോ അവിടെ സ്പർശിക്കാൻ ഇടവരരുത്. വിശ്വാസികളുടെ ദേഹത്ത് സ്പർശിച്ചാൽ അവർ ആ വെള്ളം കഴുകിയ വെള്ളം ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ച് കളയുക. അതാണ് നമ്മുടെ പാരമ്പര്യം. അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള കുറിച്ചല്ല. വിശുദ്ധ മോറോൻ പരിശുദ്ധമാണ്. അത് സഭ വിശുദ്ധ കുർബാനയോളം വിശുദ്ധി കൊടുത്ത് സൂക്ഷിക്കുന്നു, കരുതുന്നു, വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ഒറിജിനൽ ശരീര രക്തങ്ങളാണ്. അന്ന് കർത്താവ് സിഹിയോൻ മാളിയിൽ വെച്ച് വാഴ്ത്തിക്കൊടുത്ത അതേ ശരീരവും അതേ രക്തവും ഇന്ന് കർത്താവിൻ്റെ പ്രതീതിയായ പട്ടക്കാരിൽ കൂടി നമുക്ക് ലഭിക്കുക. അത് ഒറിജിനലാണ്. എന്നാൽ മോറോൻ ഇവിടെ പ്രതീകമാണ്. എന്നാൽ പൂശിക്കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് കൊണ്ട് ആ കുട്ടി നിറഞ്ഞു എന്നാണ് സഭയുടെ വിശ്വാസം. പരിശുദ്ധാത്മാവിനൊരു കുപ്പിയിലെടുത്തുകൊണ്ട് നടക്കുന്നു എന്നാരും പറയേണ്ട, അങ്ങനെ ആരും വിശ്വസിക്കുന്നുമില്ല. പക്ഷേ പരിശുദ്ധ പത്രോക്കീസ് ബാവായുടെ സാന്നിധ്യത്തിൽ അനേക മെത്രാപ്പൊലീത്തന്മാരുടെയും അനേക അച്ഛന്മാരുടെയും ശമാശന്മാരുടെയും സാന്നിധ്യത്തിലാണ് നീണ്ട 4-5 മണിക്കൂർ പ്രാർത്ഥന നടത്തി കർമ്മങ്ങൾ നടത്തി വിശുദ്ധ മോറോൻ കൂദാശ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നത്. നമുക്കറിയാം മോറോൻ ആദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്. കർത്താവിൻ്റെ കബറിടത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കല്ലറയിൽ നിന്നും കിട്ടിയ സുഗന്ധദ്രവ്യങ്ങൾ പത്രോസ് എടുത്തു. അതിൽ കുറച്ച് ഒലിവെണ്ണയും കൂടി ചേർത്ത് ചൂടാക്കി ആദ്യത്തെ മോറോൻ ഉണ്ടാക്കിയെന്നാണ് സഭയുടെ വിശ്വാസം. അപ്പോൾ കർത്താവിൻ്റെ ആ ശരീരം തൊട്ട സുഗന്ധവർഗങ്ങൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് വിശുദ്ധ മോറോൻ. പക്ഷെ കർത്താവിൻ്റെ രക്തശരീരം അതിനകത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് കർത്താവിൻ്റെ രക്തം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. രക്തമൊക്കെ ക്രൂശിൽ അവസാനമുള്ളിൽ രക്തം വരെ അവന് ഊറ്റിക്കൊടുത്തു എന്നാണ്. ക്രൂശിലൊക്കെ ചൊരിഞ്ഞു പോയി. അത് ഒരു തുള്ളി രക്തം ശേഷിച്ചിട്ടില്ല. ഇപ്പോഴും 5 തിരുമുറികൾ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു തുള്ളി ഒരു ശകലം രക്തം പോലും അവൻ്റെ ആണിപ്പാടുകളിലില്ല. ആണിപ്പാടുകൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവൻ മധ്യസ്ഥത യാചിക്കുന്നത്.
റോമർ 8:34 നമുക്കത് വായിക്കാം. അതാണ് പരിശുദ്ധ സഭയുടെ മോറോൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊന്ന് കുട്ടിയോട് പറയും, 40 ദിവസത്തെ കൊണ്ട് പ്രജാതികളെ കൊണ്ട് എടുപ്പിക്കുകയോ അവരുടെ പാല് കൊടുക്കുകയോ ചെയ്തെന്ന് പറയും. പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മുല കൊടുക്കരുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. മുല കുടിക്കാൻ കൊടുക്കരുത് കുട്ടിക്ക്. കാരണം മാമോദിസ കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ചവരാണ് ആ കുട്ടി. 40 ദിവസത്തേക്ക് ആ കുർബാനയുടെ ശക്തി അവരിലുണ്ട്. അതുകൊണ്ട് അക്രൈസ്തവരായ ആളുകൾ ആളെ കുട്ടി എടുപ്പിക്കുകയോ അവരുടെ പാല് കൊടുക്കുകയോ ചെയ്തിരിപ്പം ശ്രദ്ധിക്കണം. അത് പലരും പറഞ്ഞേക്കണില്ല. ഈ അച്ഛനും അത് പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രജാതികൾ കൊണ്ട് എടുപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പാല് കൊടുക്കുന്നവരും പറഞ്ഞില്ല. ഇന്നിപ്പോൾ അങ്ങനെ പാല് കൊടുക്കുന്നവർ കുറവായിരിക്കും. പക്ഷേ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അക്രൈസ്തവർ ധാരാളം വരും. സ്ത്രീകളും വരും, കുട്ടിയെ കാണാൻ വരും, അവരെടുത്തുനിന്ന് വരും, അവരുടെ പാല് കൊടുത്തുനിന്ന് വരും. അപ്പോൾ അത് നമ്മളങ്ങനെ അനുവദിക്കാൻ പാടില്ല. നാളെ സ്വർഗാരോഹണം പെരുന്നാളാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മുകളിലേക്ക് പോയി മേഘത്തിൽ മറഞ്ഞു. അവിടെ ഒരു അത്ഭുതം നടന്നില്ലേ? സാധനങ്ങളൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് വരാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി എല്ലാ സാധനങ്ങളെയും തന്നിലേക്ക് പിടിച്ചു വലിക്കണം. അതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി. ഗുരുത്വാകർഷണ ശക്തി കർത്താവിനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല ഭൂമിക്ക്. പ്രകൃതിക്കും സൃഷ്ടാവായ കർത്താവ് ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് പയ്യെ മുകളിലേക്ക് പൊന്തി എന്തിനാ പോയി. സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ പയ്യെ പൊന്തി പോയി. ഇങ്ങനെ നോക്കിയിരുന്നു. ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കിയിരുന്നു. പോയി അവനിങ്ങനെ 2 കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചു. രാജന്മാർ പറയുന്നത് അവർക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുത്തു എന്നാണ്. അങ്ങനെ അവൻ പോയി മേഘത്തിൽ മറഞ്ഞു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് 2 മാലാഖമാർ വന്ന് പറഞ്ഞത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1:11 അവൻ പോയതുപോലെ തിരികെ വരും, നിങ്ങൾ മേലോട്ട് നോക്കിക്കൊണ്ട് അവൻ വരും. ആ മാലാഖമാരുടെ ഉറപ്പാണ് നമ്മളൊന്നും വിശ്വസിക്കുന്നത്. അവൻ 2ാമത് വരിക തന്നെ ചെയ്യും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 10 ദിവസത്തേക്ക് 40-ാം പെരുന്നാൾ മുതൽ 50-ാം പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ ശാരീരിക നോമ്പ് പാലിക്കാൻ ശ്രദ്ധിക്കണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.